ബിജെപിയും തമ്മിലാണ് നേർക്കുനേർ വാക്പോര്. ജംഗൽ രാജ്, അഴിമതി വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് മഹാസഖ്യത്തിന് നേരെ അമിത്ഷായുടെ കടന്നാക്രമണം. കേന്ദ്ര സർക്കാർ ബീഹാറിനെ നിരന്തരം അവഗണിക്കുകയാണെന്ന് തേജസ്വിയും തിരിച്ചടിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ബീഹാറികളുടെ കുടിയേറ്റം മുതൽ വഖഫ് വരെ ഓരോ ദിനവും പ്രചാരണ വിഷയങ്ങൾ മാറി മറിയുകയാണ്. ബീഹാറിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. ഓരോ ദിവസവും കൂടുംതോറും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ബീഹാറിലേക്ക് എത്തി നമ്മൾ കണ്ടതാണ്. NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. ഇപ്പോഴിതാ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടക്കം പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. വലിയ തരത്തിൽ വിവാദങ്ങൾ മഹാസഖ്യത്തെ കടന്നാക്രമിക്കുകയാണ് അമിത്ഷാ. ജംഗൽ രാജ്, അഴിമതി വികസനം എന്നിവയടക്കം ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം വിമർശിച്ചത്. അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തേജസ്വി അടക്കം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. VR കാർത്തിക് നൽകും വിവരങ്ങൾ. കാർത്തിക്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നത് നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതാണ്. അപ്പോഴും നിതീഷ് മുഖമാണ്, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇതുവരെ അദ്ദേഹം പ്രധാനമന്ത്രി അടക്കം മൗനം തുടരുകയാണ്. എന്താണ് NDAയുടെ തന്ത്രം ബീഹാറിൽ? ബീഹാർ നിയമസഭയുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 11 ദിവസം മാത്രമാണ് ബാക്കി. പ്രചരണ രംഗം ഓരോ ദിവസവും ചൂടുപിടിക്കുകയാണ്. RJDയും BJPയും നേർക്കുനേർ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അമിത്ഷാ തന്നെ ബീഹാർ കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകുന്നു. ഒപ്പം തേജസ്വിയാണ് RJDയുടെയും മഹാസഖ്യത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെ ചൂക്കാൻ പിടിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അടക്കം അമിത്ഷാ പല പൊതു റാലികളിലും പങ്കെടുത്തിരുന്നു. ഈ റാലികളിലൊക്കെ തന്നെ RJDയെ ലക്ഷ്യമാക്കിയാണ് വിമർശനങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അഴിമതി നടത്തുന്നവർ എങ്ങനെ ഈ വികസനം കൊണ്ടുവരും എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഛഠ് പൂജ ഈ ദിവസങ്ങളിൽ ബീഹാറിൽ നടക്കുകയാണ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഉത്സവമാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക്, അതായത് ബീഹാറിന് പുറത്തേക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി പോയവർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയം. ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും വലിയ തോതിൽ ബീഹാർ വിട്ട് പല ജോലികൾക്കും വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ ചികിത്സാ ആവശ്യങ്ങൾക്കുമായൊക്കെ പുറത്തുപോയവർ തിരികെ നാട്ടിലേക്ക് എത്തുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലുള്ള പ്രചരണ വിഷയങ്ങളും സജീവമാക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയം ബീഹാറിൽ നിന്ന് തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് RJDയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാകുന്നത്. RJDയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായി മുന്നോട്ട് വയ്ക്കുന്നത് ഓരോ വീട്ടിലെയും ഒരാൾക്ക് സർക്കാർ ജോലി നൽകും എന്നാണ്. മാനിഫെസ്റ്റോ ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടില്ല, നാളെയാണ് അത് പുറത്തിറങ്ങുക. അതിന് മുൻപ് തന്നെ സംസാരിക്കുന്ന വേദികളിലൊക്കെ തേജസ്വി മുന്നോട്ട് വയ്ക്കുന്നത് 20 അധികാരത്തിലെത്തിയാൽ 20 ദിവസത്തിനുള്ളിൽ എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്ന നിയമം പാസാക്കും, 20 മാസത്തിനുള്ളിൽ റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കും. അത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളാണ് RJD നൽകുന്നത്. പക്ഷേ അപ്പോഴും വളരെ ശക്തമായ ആക്രമണമാണ് RJDക്ക് നേരെ BJPയും അതോടൊപ്പം തന്നെ NDA ക്യാമ്പും ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ കാലങ്ങളിലെ, അതായത് ലാലു പ്രസാദ് യാദവ് ഭരിച്ചിരുന്ന കാലയളവിൽ ബീഹാറിൽ നടത്തിയ അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ, കൊള്ളയടിക്കൽ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് BJP ക്യാമ്പ് സജീവമാക്കുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാണ്. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാർട്ടികൾ നൽകുന്നു. പല നേതാക്കളും പാർട്ടി വിട്ട് BJPയിൽ ചേരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരത്തിൽ പല നേതാക്കളും ചേക്കേറുന്ന സാഹചര്യം. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ബീഹാർ കഴിഞ്ഞ ദിവസം ബീഹാറിനോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നു എന്നതാണ്. ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് മെട്രോ ട്രെയിൻ, അതോടൊപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ള അത്യാധുനിക വികസന പദ്ധതികൾ കൊണ്ടുപോകുന്നു. അപ്പോഴും ബീഹാറിനെ പൂർണ്ണമായും അവഗണിക്കുന്നു. മാത്രമല്ല നിതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് കൂടി RJD ക്യാമ്പ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നീതി ആയോഗിന്റെ യോഗങ്ങളിൽ പോലും നിതീഷ് കുമാർ പങ്കെടുക്കുന്നില്ല എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും പ്രചരണ രംഗം സജീവമാകുന്നു, ചൂടുപിടിക്കുന്നു. കേന്ദ്ര നേതാക്കൾ തന്നെ NDA ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. അതിൽ BJPക്ക് ഏറ്റവും നിർണായകമാണ് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അത് വ്യക്തമാക്കുന്നതാണ് അമിത്ഷാ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ബീഹാർ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു എന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും ചൂടേറിയ വാദപ്രതിവാദങ്ങളാകും ഉണ്ടാവുക. വഖഫ് മുതൽ ഈ ബീഹാറുകൾ അന്യസംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവ ചർച്ചകളിൽ നിറയുന്നതും. ഭവ്യ, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്.
ബീഹാറിൽ ഇന്ത്യ സഖ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ പ്രഖ്യാപിക്കാത്തതിനെ വിമർശിച്ച AIYM നേതാവ് അസറുദ്ദീൻ ഉവൈസി. ഇതോടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യം വീണ്ടും ബീഹാറിൽ ചർച്ചാ വിഷയമായി. BJPയുമായി ന്യൂനപക്ഷ വിഭാഗം അകലം പാലിക്കുന്നത് നിയമസഭയിൽ മുസ്ലിം പ്രാതിനിധ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ബീഹാറിലെ വോട്ടർമാരിൽ ഏകദേശം 18% മുസ്ലിങ്ങളാണ്. പക്ഷേ നിയമസഭയിൽ അതിന് അനുസൃതമായ പങ്കാളിത്തമില്ല. ന്യൂനപക്ഷ പ്രതിനിധികളുടെ അഭാവം സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ പ്രതിധ്വനിക്കുന്നു. ബീഹാറിൽ ജനസംഖ്യയുടെ 9% വോട്ടർമാരുള്ള നിഷാദ് മല്ല സഹനി സമുദായത്തിന്റെ പ്രതിനിധിയായ മുകേഷ് സഹനിയെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ സഖ്യം ഉയർത്തിക്കാണിക്കുന്നത്. മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന നൽകുന്ന AIMIMന് പക്ഷേ മഹാസഖ്യത്തിൽ ഇടമില്ല. വടക്കൻ ബീഹാറിലെ 32 മണ്ഡലങ്ങളിലാണ് AIMIMന്റെ പ്രതീക്ഷ, പ്രത്യേകിച്ച് സീമാഞ്ചൽ, മിഥിലാഞ്ചൽ മേഖലകളിൽ. ഇവിടെ മുസ്ലിം വോട്ടർമാരുടെ നിലപാടുകൾ നിർണായകമാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 20 സീറ്റുകളിൽ 5 പാർട്ടി ജയിച്ചു. എന്നാൽ AIMIMന്റെ വിജയങ്ങൾ മഹാഗഡ്ബന്ധൻ മുഖവിലക്കെടുക്കുന്നില്ല. മറുവശത്ത് NDA മുസ്ലിം പിന്തുണ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ ഊന്നൽ നൽകുന്നില്ല. 2020 JDU അണിനിരത്തിയ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരും ജയിച്ചില്ല. BJPയാകട്ടെ മുസ്ലിം വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളെ നിർത്തിയുമില്ല. 2020 RJDയിൽ നിന്ന് 6 പേരും കോൺഗ്രസിൽ നിന്ന് 4 പേരും ജയിച്ചു. CPI-MLൽ നിന്നാണ് മറ്റൊരു സ്ഥാനാർത്ഥി നിയമസഭയിൽ എത്തിയത്. NDA മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യത്തെ സാരമായി ബീഹാറിൽ ബാധിക്കുന്നു. അതുകൊണ്ടുതന്നെ ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.